മുത്തുമണികൾ എന്താ പാട് ഇന്നത്തെ വൈബർ കണ്ടോളി. ഈ കാണുന്ന മെറ്റലുണ്ടല്ലോ, ഒരുപാട് മെറ്റലുണ്ട് ചണ്ടിനുള്ളിൽ കിടക്കുക. മെറ്റൽ എംസാൻഡ് പീസാൻഡ് ഒരുപാട് ഇന്ന സാധനം, ഇതൊക്കെ നല്ല നിലക്ക് വൃത്തിയിലൊരു സ്ഥലത്ത് കൂട്ടുക ഉണ്ടല്ലോ. ഇതൊക്കെയാണ് എംസാനിൻ്റെ കഥ. ഇതൊക്കെ ഉണ്ടല്ലേ. ഇതൊരു മായ തതിയിലൊക്കെ കാട് മുളക്കും, പിന്നെ ആകെ സാധനം കിട്ടില്ല. അത്യാവശ്യം സാധനം ഉണ്ട്. ഇതിൻ്റെ ആഫ്റ്റർ ഉണ്ടുകൊണ്ട് അത്യാവശ്യം സാധനം ഉണ്ട്. മുത്തുമണികളെ കുറച്ചൊന്നും നല്ലത് നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടി. കണ്ടപ്പോൾ എത്തില്ല. ഇനി ശരിക്കുണ്ടുണ്ട് ആഫ്റ്റർ. ആദ്യം നമ്മൾ മെറ്റൽ പണിയായിട്ട് തുടങ്ങി. അതിൻ്റെ ആഫ്റ്ററുകൾ കണ്ടുകൊണ്ട് വേറെ ലെവലാണ്. അതിനത്ര സാധനമുണ്ട്. ഓൽക്ക് അത്യാവശ്യം ഒരു ഏരിയ മുഴുവൻ കോൺക്രീറ്റുള്ള സാധനമുണ്ട്. മുറ്റത്ത് കോൺക്രീറ്റ് ചെയ്യാൻ ഫസ്റ്റ് സാധനം അതാണ്. കുറച്ച് ചളി മണ്ണുള്ളത്. ഇതെന്തിനാ നമ്മളെ ലാസ്റ്റായി കൈക്കോട്ടുകൊണ്ട് വരെ മണ്ണോട് വെച്ച് ഉയിഞ്ഞ് വരാണ്. ഫുഡ് അവസാനം ഫിനിഷ് വർക്കാണ് മെറ്റലിൻ്റെ ഉണ്ടല്ലേ. ഈ തലക്കെ ഫിനിഷ് ഞാൻ മൂല കുറച്ച് വരാനുള്ളൂ. നമ്മൾ ഇങ്ങനെ വരണം, ഉയിഞ്ഞ് തന്നെ വരണം. മറ്റേ നമ്മൾ കൈക്കോട്ടിട്ട ആ മണ്ണൊക്കെ എന്ത് ചെയ്യും, കൈക്കോട്ടുമ്പോൾ കൊടുക്കും. എന്ത് ചെയ്യും, ഉയിഞ്ഞ് വരിക. അല്ലാ, ഉയിഞ്ഞ് വരിക വല്ലാത്തയായിരുന്നു. പിന്നെ എന്തുകൊണ്ടിലാക്കി അങ്ങനെ തള്ളി കൊണ്ടുപോകണം. വേക്കുവാത്ത് കൊണ്ടുപോയി കൂട്ടാനാണ് പറഞ്ഞത്. അവിടെ നമ്മൾ കൊണ്ടുപോയി കൂട്ടും സെറ്റാക്കും. അതിൻ്റെ ആഫ്റ്റർ കാണിച്ചാൽ എത്രത്തോളം കിട്ടിയെന്ന്, എംസാൻ്റെ ബീസാൻ്റെ മെറ്റിലൊക്കെ എത്രത്തോളം കിട്ടിയെന്ന് ശരിക്കുണ്ട് ആഫ്റ്റർ കണ്ടോണ്ടി മുത്തുമണികളെ. പിന്നെ അതാ എംസാൻ്റെ കോരൻ. ഇത് നമ്മൾ ബിയാച്ചാതിൽ സ്പീഡിൽ കോരാൻ കഴിയൂലേ. പിന്നെ കുറച്ച് കാടും ഒന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് വെട്ടി നസി കുച്ചിയൊക്കെ ചെറിയ ഇതിൽ നനവുള്ള കാടൊക്കെ വെട്ടിയാളായിരുന്നു. അത് വെട്ടേണ്ട പിലാവിനെ മറ്റേ കണ്ടു കൊടുത്തു. പിലാവിനൊരു വളമയും ചക്ക കാലം ഉണ്ടായിക്കോട്ടെ. അല്ലോ തേൻചക്കയാണ്. മുത്തുമണികളെ നമുക്ക് ഇത്രയും അധികം ഇത് പീസാൻ്റെ ഉണ്ടല്ലേ, ഇത്രയധികം പീസാനിട്ടി. ഇതൊക്കെ മുറ്റത്തുണ്ടെങ്കിൽ നാസി കൂസിയാക്കി എരപ്പായിനോ. കാരണം ഇതിപ്പോഴൊന്നും കുടിയിരിക്കലില്ലാത്ത വീടാണ്. ഒക്കെ പരന്ന് കിടന്ന് ആകെ എരപ്പത്തരാവും. കണ്ടോ, എവിടെയെങ്കിലൊക്കെ ഇനി തേക്കാൻ യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തേപ്പിൻ്റെ കണ്ണി തരപ്പായിട്ടൊന്ന് തരിച്ചാൽ മതി. കാരണം ചെറിയൊരു കല്ലും കാര്യമൊക്കെ ഉണ്ട്, പരന്നെടുക്കില്ല മുറ്റത്ത്. പിന്നെ ഇതാ ഇത്രയും അധികം എംസാൻ്റെ ഉണ്ടല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യുക, കോൺക്രീറ്റിൻ്റെ ആവശ്യത്തിന് എടുക്കാം. അതായത് കോൺക്രീറ്റിൻ്റെ ആവശ്യം പറഞ്ഞാൽ ഈ ഇപ്പോൾ തിരുമ്പാങ്കല്ലാണ്. അതിൻ്റെ ചുറ്റുവട്ടം ആ ബാത്റൂം ഉണ്ടല്ലേ, അതിൻ്റെ ചുറ്റുവട്ടം, വീടിൻ്റെ ഇറയ ഭാഗം, അടുക്കളൻ്റെ ഭാഗം, സ്റ്റെപ്പിൻ്റെ മുൻഭാഗം, അതിനൊക്കെ കോൺക്രീറ്റ് പറ്റും ഉണ്ടല്ലേ. ഈ മെറ്റലും ഇതൊക്കെ മേലോടുള്ള ചളി ചെറുതായിട്ടുള്ളൂ, അതൊക്കെ വെള്ളം പകർന്നാൽ പോകും. പക്ഷേ ഇങ്ങനത്തെ സംഗതിക്കൊക്കെ എന്ത് ചെയ്യാണ്, ഇത് ഫസ്റ്റ് സാധനമാണ്. ഒരു കുഴപ്പമില്ല, നമ്മൾ തരും ഗ്യാരണ്ടി. കാരണം ഇതിനൊന്നും വെത്തും വരാനില്ല. അങ്ങനെ ലീക്കോ കാര്യമൊന്നും വരാനില്ലല്ലോ. മുറ്റത്ത് ചളിൻ്റെ ഒരു എളുപ്പത്തെത്തും ഒരു വൃത്തിക്കും വേണ്ടി ചെയ്യാനുള്ളതാണ്. വെള്ളത്തിൻ്റെ ചീച്ചിലിനും വേണ്ടിയൊക്കെ ഇത് സാധാരണ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പോഴല്ല, കുടിൽക്കോടനുബന്ധിച്ചുള്ള മിറ്റം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ എന്തെങ്കിലും സെറ്റാക്കി എടുക്കും. മുത്തുമണിയിലൊന്നും മൂടിച്ചാൽ തിരക്കില്ലാന്ന് തോന്നുന്നു. കാരണം ഇവിടെ പൂച്ചകളും നായ്ക്കളും നന്നായിട്ടുണ്ട്. ഒരു തൂറി പാത്തി നാസി കുസിയാക്കും, ചാരത്തിച്ച് എരപ്പാക്കി തൂത്തരോട് ചേരപ്പക്കോല്. അപ്പോൾ എന്ത് ചെയ്ത് പീസാൻഡും എംസാൻഡും നന്നാക്കിയാണ് മൂടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ മുത്തുമണി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മുത്തുമണികളെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വീഡിയോ ഇതുകൊണ്ട് അവസാനിച്ചിട്ടോ. മെറ്റൽ പിന്നെ മൂടേണ്ട ആവശ്യമില്ല, കാരണം അതിൽ വല്ലാതെ പോലെ സുഖം തേടില്ല. അത് കുറച്ച് വരാധികമല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ, താങ്ക് യു.